കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏത്? മംഗളവനമാണ് കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? പാലക്കാടാണ് നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത്? കുരുമുളകാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം. മലയോര ഹൈവേ കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല ഏത്? ആലപ്പുഴയാണ് മലയോര ഹൈവേ കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല. ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? കർണാടകമാണ് ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവാര്? ആയില്യം തിരുനാൾ ആണ് ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടതാര്? അയ്യങ്കാളിയാണ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാര്? വിശാഖം തിരുനാൾ ആണ് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ്. മദ്രാസ് ലേബർ യൂണിയൻ്റെ സ്ഥാപകനാര്? BP വാഡിയ ആണ് മദ്രാസ് ലേബർ യൂണിയൻ്റെ സ്ഥാപകൻ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് ഏതു വർഷത്തിൽ? 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരമേത്? അമൃത്സർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരം. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാര്? യൂസഫ് മെഹ്റലിയാണ് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. അമേരിക്കൻ വിപ്ലവത്തിന് അടിസ്ഥാനമിട്ട യുദ്ധമേത്? 1756 മുതൽ 1763 വരെ നടന്ന സപ്തവത്സര യുദ്ധമാണ് അമേരിക്കൻ വിപ്ലവത്തിന് അടിസ്ഥാനമിട്ട യുദ്ധം.